ഇപ്പോൾ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീ അരുൺ മാർക്കോസ്, ബുധനാഴ്ച വരെ ഉയർന്നു നിന്നിരുന്ന സ്വർണ്ണവിലയാണ് വെറും 2 ദിവസം കൊണ്ട് വലിയ തകർച്ച നേരിട്ടിരിക്കുന്നത്. ശരിക്കും സ്വർണവും വെള്ളിയും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന വിലക്കുറവല്ലേ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്? സ്വർണം വാങ്ങേണ്ടവരെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസകരമായ ഒരു കുറവാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷെ അതേസമയം വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കുറവാണ് കാണുന്നത്. ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ക്രൂഡ് ഓയിലിന്റെ വില കുറയുകയും അതേസമയം സ്വർണ്ണവില കൂടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ആണ് പ്രതീക്ഷിച്ച് എല്ലാ വ്യാപാരികളും ഇരുന്നിരുന്നത്. പക്ഷെ ആ വ്യാപാരികളുടെ ചിന്താഗതികളെ തികച്ചും മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന് നിരക്കാത്ത രീതിയിലുള്ള മാറ്റമാണ് വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഈ യുദ്ധം നിർത്തുന്ന രീതിയിലുള്ള കരാറുകൾ രൂപപ്പെടുമ്പോൾ അത് സ്വാഭാവികമായും സ്വർണ്ണവില വർധനവിലേക്ക് പോകുന്നതിന് പകരം 2-3 ദിവസമായി വലിയ തോതിലുള്ള കുറവാണ് സ്വർണ്ണവില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഗ്രാമിന് 300 രൂപ കുറയുമ്പോൾ അത് ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലിയതാണ്. അപ്പോൾ ഈ സ്വർണ്ണ ചെറുകിട വ്യാപാരികളൊക്കെ സ്വർണം പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഇത് വാങ്ങിയിട്ട് 2 ദിവസത്തിനുള്ളിൽ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആളുകളൊക്കെ വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതേസമയം സ്വർണം വാങ്ങേണ്ട ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. സ്വർണം വാങ്ങേണ്ട ആളുകൾക്ക് ഏറ്റവും പറ്റിയ സമയമാണ് ഈ വിലക്കുറവ് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കുക എന്നുള്ളത് ആണ് പറയാനുള്ളത്. വ്യാപാരി എന്ന നിലയിൽ നമ്മൾക്ക് വ്യാപാരം നടക്കണം എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് ഇനി മുന്നോട്ട് എന്താണെങ്കിലും പൂർണ്ണമായി യുദ്ധം അവസാനിക്കുന്ന ഒരു തരത്തിലേക്ക് പോയാൽ വില ഉറപ്പായിട്ടും വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ വർധനവിന് മുമ്പായി സ്വർണം വാങ്ങി വെക്കാനായിട്ട് പറ്റിയ ഒരു സമയമാണിത്. ആ സമയം കൃത്യമായി ആളുകൾ പ്രയോജനപ്പെടുത്തണം. സ്വർണം പരമാവധി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിക്ഷേപമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുകളായിട്ടോ കല്യാണ ആവശ്യങ്ങളാണോ എന്ത് തരത്തിലായാലും വാങ്ങാനായിട്ട് ഏറ്റവും പറ്റിയ സമയമാണ്. അതുകൊണ്ട് പരമാവധി ആളുകൾ ഈ ഒരു വിലക്കുറവിന്റെ അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് പക്ഷേ എത്ര കാലത്തേക്ക് ഒരു ഇടിവ് തുടരുമെന്നൊരു ആകാംക്ഷയുമുണ്ടല്ലേ? കാരണം താൽക്കാലികം മാത്രമാണ് ഈ മഞ്ഞലോഹത്തിന്റെ ഇടിവ്, അല്ലെങ്കിൽ ഭാവിയിൽ എന്താകുമെന്ന ഒരു സാഹചര്യവും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ആഗോള സ്ഥിതികൾ പൂർണ്ണമായി വിലയിരുത്തിക്കൊണ്ട് മുൻനിര ധനകാര്യ വിദഗ്ധരൊക്കെ പറയുന്നത് ഇനിയും വീണ്ടും ജനുവരിയിലേക്കൊരു സിറ്റുവേഷൻസ് ആ ഒരു രീതിയിലേക്ക് തന്നെ സ്വർണ്ണവില വീണ്ടും കുതിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം വിൽക്കാൻ ഇപ്പോൾ വില കുറയുന്നത് കണ്ട് സ്വർണം വിൽക്കാൻ കരുതുന്നവർക്ക് ഇനിയും കാത്തിരുന്നാൽ ചിലപ്പോൾ അത് വലിയ ലാഭം കൊയ്യാനും സാധ്യതയുണ്ടല്ലേ? ദീർഘകാല ആവശ്യങ്ങൾക്കായിട്ട് സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷെ പെട്ടെന്ന് സഡനായിട്ട് ആവശ്യമുള്ള ആളുകൾ, പണം ആവശ്യമുള്ള ആളുകൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാണുന്ന 1-2 ദിവസം കൂടി ഒരുപക്ഷെ വില കുറയാനോ അല്ലെങ്കിൽ അതിന്റെ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യത. ഇന്ന് രാവിലെ മുതൽ സ്വർണത്തിന് വില കൂടുന്ന ഒരു ട്രെൻഡ് പോലെ വിപണിയിൽ കാണിച്ചിരുന്നു. കുറച്ച് മുമ്പ് വരെ ഏകദേശം ഒരു 4 മണിയോടടുത്ത് സമയം വരെ കൂടുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 4 മണിക്ക് ശേഷം വീണ്ടും RTGS റേറ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഏകദേശം ഒരു $30-40 വില താഴേക്ക് പോയതായി ഒരു കാണുന്നുണ്ട്. വിപണിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ഈ ഇടിവ് തുടർന്നാൽ വീണ്ടും നാളെ കുറയാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നും ഇപ്പോൾ വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് വിപണിയിൽ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ ഒരുപക്ഷെ വില നാളത്തേക്ക് കൂടും എന്നുള്ള ഒരു ട്രെൻഡാണ് തോന്നിയിരുന്നത്. പക്ഷെ വൈകുന്നേരമാണ് വീണ്ടും ഈ ട്രെൻഡ് തിരിച്ച് മാറി മറിയുന്ന തരത്തിലേക്ക് ഒരു ട്രെൻഡിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് വൈകുന്നേരം കൊണ്ടൊന്നും ഈ വിപണി അവസാനിക്കുന്നില്ലാത്തത് കൊണ്ട് രാത്രിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഒരുപക്ഷെ കൂടാനോ കുറയാനോ, ഏതായാലും സ്ഥിരമായി ഈ ഒരു റേറ്റ് ശരിയായി നിൽക്കുമെന്ന് സംശയമുണ്ട്. വില കുറയാനോ കൂടാനോ ഉള്ള സാധ്യതകൾ വൈകിട്ടത്തെ ചേഞ്ചസ് അതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിപണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. മറ്റൊരു സന്തോഷമല്ലേ, സ്വർണവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മലയാളികളാണ്. എന്നാൽ ആഭരണ നിർമ്മാണത്തിന് കേരളം ആശ്രയിക്കുന്നത് മഹാരാഷ്ട്ര, ബംഗളൂരു, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയാണ്. അപ്പോൾ വലിയൊരു തുക ഇതുവഴി കേരളത്തിന് നഷ്ടമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ ബജറ്റ് കൂടെ പ്രഖ്യാപിച്ചപ്പോൾ വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയല്ലേ UDF സർക്കാർ നടത്തിയിരിക്കുന്നത്. കാരണം ഒരു ആഗോള സ്വർണ്ണ ഹബ്ബാക്കാൻ കേരളം മാറുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി, തൃശ്ശൂർ ആഭരണ നിർമ്മാണ ഇടനാഴിക്കായി ബജറ്റിൽ 40 കോടിയോളമാണ് വകയിരുത്തിയിരിക്കുന്നത്.
അതെ, അത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ആ തീരുമാനം കൃത്യമായി നടപ്പിലായാൽ അത് സ്വർണ്ണ വ്യാപാരികളെക്കാളും നിർമ്മിക്കുന്ന ആളുകൾക്ക് അവർക്ക് നിർമ്മാണ മേഖലയ്ക്ക് ഉണർവുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾക്ക് ഉള്ള ഒരു വിഷമം കാര്യം വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോ ഈ ചെറുകിടക്കാരായിട്ടുള്ള ജ്വല്ലറികൾ പിടിച്ചു നൽകുന്നത്. വൻകിടക്കാരായിട്ടുള്ള കോർപ്പറേറ്റുകളായിട്ടുള്ള ജ്വല്ലറികളെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരസ്യങ്ങളിലൂടെയൊക്കെ വലിയ തോതിൽ ആളുകളെ ക്രൗഡായിട്ട് ആളുകളെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ GST സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ ഈ സാമ്പത്തികത്തിന്റെ ഒരു ബുദ്ധിമുട്ട് സംസ്ഥാനം പറയുമ്പോൾ അത് ചെറുകിടക്കാരെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു GST ഇംപ്ലിമെന്റേഷൻ വരികയോ അല്ലെങ്കിൽ GST ഉദ്യോഗസ്ഥർ ചെറുകിട ജ്വല്ലറികളിലേക്ക് പരിശോധനകളിലേക്ക് ആ ഒരു തരത്തിലേക്കൊക്കെ എത്തുന്ന ഒരു തരം വന്നാൽ വീണ്ടും ചെറുകിടക്കാരായിട്ടുള്ള വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ ഉപജീവന മാർഗം തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവാനുള്ളൊരു സാധ്യത അത് മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ കൊച്ചി തൃശ്ശൂർ ഇടനാഴി ഈ സ്വർണ്ണ ഇടനാഴി അല്ലെങ്കിൽ അവിടെ കൃത്യമായ ഒരു ഹബ്ബാക്കി മാറ്റുമെന്ന് പറയുമ്പോൾ ഏറ്റവും ഈ കോഴിക്കോട് ഒക്കെ ഉണ്ടെങ്കിലും തൃശ്ശൂരാണ് ഇതിന്റെ മെയിൻ സെന്റർ. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ നിർമ്മാതാക്കളോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന്റെ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ ഡീലർമാര് ഈ ജ്വല്ലറികൾക്ക് സപ്ലൈ എല്ലാം നടക്കുന്നത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ്. അവിടെ കൃത്യമായ ഒരു പ്രോത്സാഹനം ഗവൺമെന്റ് തലത്തിലുണ്ടായാൽ അത് സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകും. അത് സ്വർണ്ണ വ്യാപാരികളോടൊപ്പം തന്നെ സ്വർണ്ണ പണിക്കാർക്കും ഒക്കെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ ബഡ്ജറ്റ് സ്വർണ്ണ വ്യാപാരികൾക്ക് ആശ്വാസകരമായിട്ടുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വർണം ഉപഭോഗ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അപ്പോൾ സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ നിലവിൽ പിന്നിലാണെങ്കിലും കേരളത്തെ ഒരു ആഗോള സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളും കേരളത്തിലേക്ക്, ഇപ്പോൾ കേരളത്തിൻ്റെതായിട്ടുള്ള തനത് ഡിസൈനുകളൊക്കെ കേരളത്തിൽ തന്നെ നിർമ്മിക്കുക, അത്തരമൊരു രീതിയിലേക്ക് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ജ്വല്ലറികളിലും അങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും കൂടുതൽ സൗകര്യപ്രദമാകും, അല്ലെങ്കിൽ വലിയൊരു മാറ്റം അവർക്കിടയിലും ഉണ്ടാകും. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്വർണ്ണങ്ങൾ വിൽക്കുന്നതിൽ ഒരു ഡിമാൻഡ് വർദ്ധിക്കില്ലേ? ഇത് പൂർണ്ണമായി സാധാരണക്കാരായിട്ടുള്ള ചെറുകിടക്കാരായിട്ടുള്ള ജ്വല്ലറിക്കാർക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടാൻ ഇടയാകുമെന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം. ഇപ്പൊ നിലവിൽ തൃശ്ശൂർ എറണാകുളം കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ബാക്കിയുള്ള പ്രദേശങ്ങളിലും ഒക്കെ ചെറുകിടക്കാരായിട്ടുള്ള ഒരുപാട് വ്യാപാരികളുണ്ടല്ലോ. അവരെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനത്തോടുകൂടി എല്ലാ മേഖലകളിലേക്കും, എല്ലാ ചെറുകിട മേഖലകളിലേക്കും, എല്ലാ ചെറിയ സ്ഥലങ്ങളിലേക്കും, എല്ലാ ജില്ലകളിലേക്കും, എല്ലാ ചെറിയ ചെറിയ പ്രദേശങ്ങളിലേക്ക് പോലും ഈ ഒരു സ്വർണ്ണ വ്യാപാരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങളുടെ ഒരു പ്രയോജനം വരത്തക്ക രീതിയിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ അത് താഴെ തട്ടിലേക്ക് ചെറുകിട വ്യാപാര മേഖലകളിലേക്ക് അത് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു പ്രാദേശികമായി തൃശ്ശൂർ എറണാകുളം കേന്ദ്രീകരിച്ചൊക്കെ അത് പോകാനിടയായാൽ അത് ബാക്കിയുള്ള ജില്ലകളെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് പോകും. പക്ഷെ അത് കൃത്യമായി എല്ലാ ജില്ലകളിലും ഉള്ള ചെറുകിട വ്യാപാരികൾക്കും പ്രയോജനപ്രദമായ രീതിയിൽ ആ പ്രഖ്യാപനത്തിലുള്ള കാര്യങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കിയാൽ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് കൃത്യമായി ഉണർവുണ്ടാകും. നല്ല രീതിയിലുള്ള ഒരു വരുമാനം സർക്കാരിനും ലഭിക്കത്തക്ക രീതിയിൽ ഈ ഒരു മേഖല മുന്നോട്ട് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സംശയം കൂടെ, ഈ സ്വർണ്ണാഭരണ നിർമ്മാണം, വിതരണം എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നൊരു ആശയം കൂടി ഇതിന് പിന്നിലുണ്ടോ? അത് കൃത്യമായി അതിന്റെ പൂർണ്ണ രൂപം ബഡ്ജറ്റിന്റെ ഇങ്ങനൊരു നിർദ്ദേശം വന്നെങ്കിലും അതിനപ്പുറത്തേക്ക് അത് എന്തൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ രൂപരേഖ ഇതുവരെ പുറത്ത് ലഭിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ച് ലഭിച്ചതിന്റെ മുറയ്ക്ക് മാത്രമേ അത് പൂർണ്ണ തോതിൽ എല്ലാവർക്കും പ്രയോജനകരമാകുന്ന തരത്തിലേക്ക് ഇതിന്റെ മാറ്റം ലഭിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് ഒരു ഉണർവ് ഈ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് ഉണ്ടാക്കിയാൽ അത് സംസ്ഥാനത്തിന്, രാജ്യത്തിനൊക്കെ അത് പ്രയോജനകരമായി തീരും. അതുകൊണ്ട് എല്ലാ ചെറുകിട പ്രത്യേകിച്ചും ഈ വൻകിടക്കാരെ ഒരു പ്രോത്സാഹനം നൽകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ഒരു വൻകിടക്കാർക്ക് എപ്പോഴും അവരുടേതായ ഒരു ബിസിനസ് ഉണ്ട്. അവര് ഏതെങ്കിലും തരത്തിലൊക്കെ അവരത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. അതേസമയം ചെറുകിട ഇടത്തരം വ്യാപാരികൾ, അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ മേഖലയിലുള്ള താഴേക്കിടയിലുള്ള ആളുകൾ, അവരുടെ ഉന്നമനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട് വരണം. അത് ഉൾപ്പെട്ട് വന്നെങ്കിൽ അത് വലിയൊരു ഉണർവ്, വലിയൊരു മാറ്റം ഈ സ്വർണ്ണ വ്യാപാര മേഖലയിലും
വിപണന മേഖല സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.